കൊന്നാലും മലയാളം പറയരുത്. മലയാളം പറഞ്ഞാൽ അവന്മാർ നമ്മളെ കൊല്ലും. Rompecuero, muchacho. നീ എവിടെ വെച്ചോ അവനെ കണ്ടത്? ഞാൻ 3 സ്ഥലത്ത് വെച്ച് കണ്ടതാ. എനിക്കുറപ്പാ അവൻ ഈ ക്രൂസ് തന്നെ ഉണ്ട്. നിനക്കുറപ്പാണോടാ അതവൻ തന്നെയാണെന്ന്? നാട്ടിൽ നിന്ന് മുങ്ങി മീശം പഠിച്ചൊരു മദാമയും കൂട്ടി നടന്നാം ആർക്കും അവനെ മനസ്സിലാത്തുന്ന അവൻ്റെ വിചാരം. എനിക്കൊരു 90% ഉറപ്പാ. അപ്പൊ ബാക്കി 10%? അതെ, 90% ഉറപ്പ് വെച്ചേ ഒരാളെ ഇടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതെ, അവൻ മലയാളിയാണോന്ന് അറിയണം. എന്നാ 100% ഉറപ്പിക്കാം. അതെന്താടെ എത്ര ഉറപ്പ്? മലയാളികളിൽ ഒരേപോലെ ആൾക്കാരില്ലേ? അത് എൻ്റെ അറിവിൽ അവൻ്റെ അച്ഛനൊരു നിരീശ്വരവാദിയായിരുന്നു. നോ മൂകമ്പിക. ഓ, അപ്പം മലയാളിയാണോന്ന് അറിയണം. നിനക്ക് ചോദിക്കായിരുന്നില്ലേ? ഞാൻ ചോദിച്ചാടാ, അവൻ നോ പറഞ്ഞു. അല്ലേലും അവൻ അതേ പറയൂ. ഓ ആക്ടിങ്, അത് നമുക്ക് ഓട്ടിക്കാം, എവിടെയെങ്കിലും വെച്ച് ഓട്ടിക്കാം. പൊക്കിയം ഈ റോയൽ കരീബിൽ അവൻ്റെ റോയൽ കബറടക്ക് നടക്കും. എടാ, ഇത്രയും കലിപ്പുണ്ടാവാൻ അവൻ നിന്നോട് എന്താടാ ചെയ്തത്? അത് പറയാനായിട്ട് എനിക്ക് ഈ ആംബിയൻസ് പോലെ. ഇനി നീ നിന്റെ കഥ പറ. ഒരു 20 വർഷം മുമ്പുള്ള കഥയാണ്. എൻ്റെ അച്ഛനൊരു സ്കൂൾ മാഷായിരുന്നു. അമ്മ മരിച്ച ശേഷം അച്ഛനാകെ ഒരു വിഷാദമാണ്. അപ്പോഴാണ് ഞാൻ +2 ചേർന്നത്. അച്ഛനാണ് എന്ത് പറഞ്ഞാലും ദേഷ്യം. എല്ലാവരും ടൂർ പോകുമ്പോൾ എന്നെ മാത്രം വിടില്ല. എന്ത് പരിപാടിക്കും ഉടക്കും. സ്കൂളിൻ്റെ അടുത്ത് ഫോട്ടോസ്റ്റാറ്റ് കട നടത്തിയിരുന്ന കുട്ടൻചേട്ടനായിരുന്നു എൻ്റെ മെയിൻ കമ്പനി. എൻ്റെ വിഷമം കണ്ട പുള്ളി അച്ഛൻ്റെ ഈ മുരട്ട് സ്വഭാവം മാറ്റിയെടുത്തു തരാമെന്ന് എനിക്കൊരു വാക്ക് തന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ വണ്ടറായി. അച്ഛൻ്റെ മൂടൊക്കെ പതുക്കെ പതുക്കെ മാറി. പുള്ളി ഭയങ്കര സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറാൻ തുടങ്ങി. കുട്ടേട്ടൻ എന്താ ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് ബിടെക് എടുത്തു. അങ്ങനെ ഇരിക്കെ അച്ഛൻ്റെ സ്വഭാവത്തിൽ പിന്നെ എന്തൊക്കെയോ പന്തികേട് പോലെ. മൊത്തത്തിലാകെ ഒരു മൂഡ് ഓഫ്. ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക, ടെൻഷൻ. ഞാൻ കുറെ അന്വേഷിച്ചപ്പോൾ അവസാനം കാര്യം പിടികിട്ടി. ഓൺലൈൻ വഴി പരിചയപ്പെട്ട മൃണാലിനി മേനോൻ എന്ന സ്ത്രീക്ക് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ അച്ഛൻ വലിയൊരു തുക പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുത്തത്രേ. അതൊരു നല്ല കാര്യത്തിനല്ലടാ, അത് ഇതുമായിട്ട് എന്ത് ബന്ധം? ആ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന മൃണാലിനി മേനോൻ അതിവനോ? കുട്ടേട്ടൻ തെണ്ടി. വ്യക്തമായില്ലട്ടാ. ഇവനാണ് ഫേക്ക് ഐഡി വെച്ച് എൻ്റെ അച്ഛനെ ഹണി ട്രാപ്പിൽ പെടുത്തി പൈസ തട്ടിയെടുത്ത് മുങ്ങിയത്. അന്ന് മുങ്ങിയതവൻ, പിന്നെ ഇപ്പോഴവനെ കാണുന്നത്. ഓ, അപ്പൊ നിന്റെ അച്ഛനൊരു കോഴിയായിരുന്നല്ലേ? അതവന് ഇവന്റെ സാഹചര്യം ചൂഷണം ചെയ്തതല്ലേ. ആ പുള്ളിയുടെ സ്ഥാനത്ത് ഇപ്പം ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ വീടും പറമ്പും വരെ എഴുതി കൊടുത്തേനെ. ഇപ്പൊ അച്ഛൻ്റെ PF മാത്രമല്ലേ പോയുള്ളൂ, PF ഒന്നും ഇറങ്ങിയില്ലല്ലോ. അച്ഛന്റെ ബ്ലൂ ഫിലിം. ആ PF കണ്ടിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പ് മൊത്തം പ്ലാൻ ചെയ്തത്. അവസാനം എൻ്റെ സ്റ്റാർട്ടപ്പ് അതോടെ എൻ്റെ പൈ. ഇത്രയും ഫ്രോഡ് തരം കാണിച്ച അവനെ ഉണ്ടല്ലോ, ഈ ക്രൂസിലിട്ട് തന്നെ ഇരിക്കണം. അതാണ് ബോസ്. അവന്മാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന സംശയം. നമ്മൾ മലയാളികളാണെന്നുള്ളതിൻ്റെ യാതൊരു സൂചനയും അവന്മാർക്ക് കൊടുക്കരുത്. ടിപ്പിക്കൽ മലയാളി സ്വഭാവം ഒന്നും പുറത്തെടുക്കരുത്.
ഈ പറ്റിക്കൽ മലയാളി സ്വഭാവം എന്ന് പറഞ്ഞാൽ? ഓ പറ്റിക്കലല്ല, ടിപ്പിക്കൽ. അതായത് നിങ്ങൾ മലയാളിയാണോ, നാട്ടിലെവിടാ എന്നെങ്ങാനും ചോദിച്ചാൽ എന്ത് പറയും? അല്ല എന്ന് പറയും. ഓ വാ തുറക്കരുത്. അഥവാ അണ്ടിപ്പിടിക്കാവുന്നെങ്ങാനും മൊഴിഞ്ഞ നിന്റെ. യെസ് ബോസ്. നോ ബോസ്. തണ്ടി ഇവനാണോ? ഇവൻ മലയാളിയാടാ. എങ്ങനെ മനസ്സിലായി? പെണ്ണുങ്ങൾ കുളിക്കുന്നോടത്ത് കറുത്ത കണ്ണടയും വെച്ച് കിടക്കണ കിടപ്പ് വേണ്ട. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടേ? മലയാളിയാണോന്ന് അറിയാനുണ്ടല്ലോ, എൻ്റെ ഒരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്. ഇപ്പൊ കാണിച്ചാൽ അവനെ ശ്രദ്ധിച്ചു നോക്കണം. അവൻ പാനിക്കാവും, അവൻ്റെ തൊണ്ട വരളും, അവൻ കൈ ചുരുട്ടും. എടാ മൃണാളി മേനോൻ, മൃണാളി മേനോനെ ഇവിടെ നോക്കട തേണ്ടി നായിൻ്റെ മോനെ. അവൻ്റെ ഒരു പണിയെടുത്ത് ജീവിച്ചു വിടാ നാറി. വർക്കായില്ല. ലെറ്റ്സ് ചേഞ്ച് ദി പ്ലാൻ. ചുമ്മാ ബോസിന് സമ്മതിക്കണോട്ടാ. എന്തിന്? ഇത്രയും തെറിയിട്ടിട്ട് എങ്ങനെയാണ് പിടിച്ചത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും തെറിയിട്ടിട്ടില്ല. നിങ്ങളുടെ ഒന്ന് എന്താണ്? നീ എന്താ തിരിച്ചൊന്നും പറയാത്തത്? അത് പിന്നെ ഈ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം. ആ ആ. അടിക്കണില്ലേ? യൂറിക് ആസിഡാണ്. എന്നാ സോഡ ഒഴിച്ചടിച്ചാ മതി. ഏയ് ഗ്യാസാണ് ഗ്യാസ്. എന്താ ബെസ്റ്റ് ഒഴിക്ക്. ഷുഗർ ആടോ. താ പിന്നെ എന്ത് കോപ്പിനാടോ ക്രൂസിന് വന്നേണേ? വല്ല ഹോസ്പിറ്റലിലും പോടും. എന്താ വേടാ? നീ എന്താടീ നോക്കണേ? എന്താണെന്ന് ദേ ഇപ്പൊ കണ്ടോണം. മൂന്നാമത്തെ പെഗിൽ അവൻ്റെ തനി കുണം പുറത്തു വരും. എനിക്ക് 100% ഉറപ്പാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് അനുഭവം ഉള്ളതാ. ഓ കണ്ടോ? ആ 1 3 പറയണം. 3. Hey, don't hit your limit. Doctor told you. No. ഓ ഛേ. അവനും യൂറിക് ആസിഡിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു. എടാ അവൻ നീ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ലടാ, നീ വിട്ടുകളാ. അത് തന്നെ എനിക്കും തോന്നി. അവനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ അന്ന് കൊടുക്കും. വെറുതെ അവനെ സംശയിച്ചു. അവൻ മൃണാളി വേണമെന്നല്ല. നിങ്ങൾക്ക് ചുമ്മയായിരിക്കും, എനിക്കുറപ്പാ. ഒരു സംശയമില്ല, ഇതവൻ തന്നെ. അവൻ എന്നെ മനസ്സിലാക്കി മനഃപൂർവ്വം നാടകം കളിക്കുക. എടാ നീ അതൊന്നും ഒഴിവാക്ക്. അടിച്ച് പാമ്പായിട്ട് എല്ലാം മറക്കാം. ബോസ്, അവന്മാർ നമ്മളെ വീടുന്ന ലക്ഷണം കേട്ടാ. പുറകെ ഇരിക്കണം. ഈട്ടി ഉറപ്പാടാ. ചുറ്റിനും വെള്ളവും. എനിക്കാണെങ്കിൽ നീന്താന്ന് പറഞ്ഞൂടാ, ഇറങ്ങി ഓടാനും പറ്റില്ല. ആകെ ടെൻഷൻ. Hey, come on, baby. Get up. Let's dance. Oh, Come on. no, baby, I'm not in a mood. You carry on. I will join you. No. ഇവിടെ മനുഷ്യൻ മൂക്കിൽ തീ പിടിച്ചു കൊണ്ടാണ്. Hey, don't. Why you're upset? You always say something. Something in your local language. What was it? You don't love me to kill? Why? Come on!